അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 204-ാമത്തെ ആയത്ത് മുതൽ 209 ആയത്ത് വരെയാണ്. ബാക്കിയുള്ള ആയത്തുകളെല്ലാം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. കേൾക്കേണ്ടവർക്ക് അത് അന്വേഷിച്ച് കണ്ടെത്താവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസ്, അള്ളാഹു പറയുകയാണ്, ചില ആളുകളുണ്ട് നബിയേ. അള്ളാഹുവാണ് പറയുന്നത്, മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിലെ ജീവിത കാര്യത്തിൽ അവരുടെ സംസാരം നബിയേ അങ്ങേക്ക് കൗതുകം തോന്നിക്കും കേട്ടോ. അള്ളാഹു പറയാണ് ചില ആളുകളെ പറ്റി, വയഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി, അവരുടെ ഹൃദയ ശുദ്ധിക്ക് അവർ അല്ലാഹുവേ സാക്ഷി നിർത്തുകയും ചെയ്യും നബിയേ. ചില പ്രാസംഗികന്മാർ പറഞ്ഞിട്ട് അവസാനം അവർ പറയും വല്ലാഹി സത്യം എന്ന് പറയില്ലേ. അതുപോലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില ആൾക്കാർ കൂടുതൽ വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്ന് പറയില്ല. അള്ളാണ ഉമ്മാണ എന്നൊക്കെ പറയില്ലേ, ആണയിടും. അതിനെയൊക്കെ പറ്റിയാണ് അള്ളാഹു ഈ പറയുന്നത്. വാസ്തവത്തിൽ അവർ സത്യത്തിൻ്റെ കഠിന വൈരികളത്രേ. വൈദാ തവല്ലാ സആ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ല, അവർക്ക് ഭരണാധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാനും ഉൽപ്പന്നങ്ങളെയും മനുഷ്യ സന്താനങ്ങളെയും നശിപ്പിക്കുവാനുമായി ഭൂമിയിൽ അവർ ഓടി നടക്കും കേട്ടോ. എന്താണ് ഈ അള്ളാഹു പറഞ്ഞതെന്ന് മനസ്സിലായോ? ചില നേതാക്കളെ പറ്റിയും ചില ആൾക്കാരെ പറ്റിയുമാണ് അള്ളാഹു പറഞ്ഞത്. അവരുടെ സംസാരങ്ങൾ കേട്ടാൽ നമുക്ക് കൗതുകം തോന്നും. ആ കൗതുകത്തിൽ നമ്മൾ ലയിച്ചുകൊണ്ട് അവരെ നമ്മൾ അധികാര സ്ഥാനങ്ങളിലേക്ക് ഇരുത്തും. അങ്ങനെ അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷി സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ, ഉൽപ്പന്നങ്ങളെ അവർ നശിപ്പിക്കുകയും മനുഷ്യ സന്താനങ്ങളെയും മനുഷ്യരെയും അവരുടെ സന്താനങ്ങളെയും ഒക്കെ കൊന്നുകളയും ചെയ്യുന്ന തത്രപ്പാടിൽ അവർ ഭൂമിയിലുടനീളം ഓടി നടക്കുമെന്നാണ്. ഇന്നത്തെ ഭരണാധികളെപ്പറ്റി വളരെ വ്യക്തമായിട്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഭരണാധികാരികളും അന്നുള്ള ഭരണാധികാരികളും സമന്മാരായിരുന്നു. കൂടുതൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ആലാപനത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഈ ഭരണാധികാരികൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കും. പക്ഷേ അല്ലാഹുവാകട്ടെ നാശത്തെ, കുഴപ്പമുണ്ടാക്കുന്നതിന് ഒരിക്കലും അവൻ ഇഷ്ടപ്പെടുന്നതേ ഇല്ല കേട്ടോ. വൈദാ ഖീല ലഹു ഇത്തഖില്ലാഹ്, അത്തരക്കാരുടെ ധാർഷ്ട്യം കാണേണ്ടതാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് അവരോട് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഈ ലോകത്ത് ദൈവമുണ്ട്, നാളെ പരലോകത്ത് അള്ളാഹുവുണ്ട്, ദൈവമുണ്ട്. ആ അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ കൈകെട്ടി നിന്ന് സമാധാനം പറയേണ്ടി വരുമെന്ന് അവരോട് അടുപ്പമുള്ള ആരെങ്കിലും പറഞ്ഞു പോയാൽ അവരെ അവരിതാ തച്ചുടയ്ക്കുന്നതാണ്, അവരോട് ധാർഷ്ട്യം കാണിക്കുന്നതാണ്,
അവരോട് ഗൗരവപൂർവം അവരെ പുറത്താക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ അവരെ കൊന്ന് കളയുകയോ ചെയ്യുന്നതാണെന്ന് അള്ളാഹു ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ഭരണാധികാരികളെ പറ്റിയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അറിയിച്ചു കൊടുത്തു. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. പ്രസംഗമൊക്കെ പറഞ്ഞ് കൗതുകമുണർത്തുന്ന അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവസാനം ഭരണത്തിൽ കയറിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും. അത് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്. അഹദത്തുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി, ദുരഭിമാനം. പ്രത്യേകം ശ്രദ്ധിക്കണം. അഹദത്തുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി, ദുരഭിമാനം കാരണമാണിത്. കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു കേട്ടോ. അവരെ പാപത്തിൽ പിടിച്ചു നിർത്തുന്നു. എന്താണ് അവരെ പാപത്തിൽ പിടിച്ച് നിർത്തുന്നതെന്നറിയുമോ? അവരുടെ ദുരഭിമാനമാണ്. അപ്പോൾ ശരിക്ക് ദുരഭിമാനികളാണ് ഇന്നത്തെ ഭരണകർത്താക്കൾ. നമ്മൾ മനസ്സിലാക്കണം. ഫഹസ്ബുഹു ജഹന്നമു, അവർക്ക് അവരുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കാൻ അവർക്ക് നരകം മതി നബിയേ. ഇങ്ങനെയുള്ള ഭരണാധികാരികൾക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കാൻ നരകം മതിയാകുന്നതാണ് നബിയേ എന്ന്. അപ്പോൾ ദുനിയാവിൽ അവർക്ക് ശിക്ഷയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അവർക്ക് നരകം, ഈ കാണിക്കുന്നതിനൊക്കെ അവർക്ക് നരകം മതിയാകുന്നതാണ്. എന്നിട്ട് അള്ളാഹു നിർത്തുന്നില്ല, പറയുന്നു വലബിഇസൽ മിഹാദ്. ആ നരകം ഈ ദാർഢ്യം കാണിക്കുന്ന ഈ ഭരണാധികാരികളുണ്ടല്ലോ, ഈ ആൾക്കാരുണ്ടല്ലോ, അവർ ചെല്ലേണ്ട സ്ഥലം, ആ നരകം, അവരുടെ വാസസ്ഥലം എത്ര മോശമായ വിശ്രമസ്ഥലം ആണ് നബിയേ. എത്ര വൃത്തികെട്ട സ്ഥലത്തേക്കാണ് അവർ പോകുന്നത് ഈ ഭരണാധികാരികൾ. വീണ്ടും അല്ലാഹു പറയുകയാണ് വമിനന്നാസി, വേറെ ചില ആളുകളുണ്ട് കേട്ടോ. മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ പൊരുത്തം തേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ അവർ വിൽക്കുന്നു കേട്ടോ. എത്ര പേരെയാണ് ഈ ഭരണാധികാരികൾ അത് വിളി ഇത് വിളി, ഇത് തിന്നല്ല് അത് തിന്നല്ല് എന്നൊക്കെ പറഞ്ഞ് കൊല്ലുന്നത്. അവിടെയൊക്കെ മുസ്ലിമീങ്ങളാണ് കൂടുതലും മരിച്ചു വീഴുന്നത്. പലസ്തീനിൽ കണ്ടില്ലേ? അവിടെയൊക്കെ മുസ്ലിങ്ങൾ, ഒന്നും അറിയാത്ത പാവങ്ങൾ, പിഞ്ചു പൈതലുകൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടേ വിട പറയിപ്പിക്കുകയാണത്. മനുഷ്യ ഇതിനൊക്കെ അവർക്ക് കണക്കുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് എല്ലാ ഭരണാധികാരികളോടും. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു തൻ്റെ ദാസന്മാരോട് അത്യധികം ദയയുള്ളവനാകുന്നു കേട്ടോ. ഈ മരിച്ചു വീഴുന്ന ഷഹീദാകുന്ന കുഞ്ഞുങ്ങൾ, വലിയവർ, യുവാക്കൾ, ഇവരോടെല്ലാം അള്ളാഹുവിന് വലിയ ദയയാണുള്ളത് കേട്ടോ. ആ ദയ കാരണം നാളെ ആഖിറത്തിൽ അവർക്ക് വലിയ സ്ഥാനവും വലിയ സുഖസൗകര്യങ്ങളും ഉണ്ട് എന്ന് ഈ ആയത്ത് തെളിയിക്കുകയാണ് കേട്ടോ. എന്തുമാത്രമേ ബോംബൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ നമ്മളെ മണ്ടയിൽ കൂടെ ഒരു വണ്ടി ഇങ്ങോട്ട് കയറി വരിക. ആ സമയത്ത് നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ആ ബോംബൊക്കെ വന്ന് വീഴുമ്പോൾ ഉള്ള ഒരവസ്ഥ. അതുപോലെ ഈ ഇന്ത്യയിൽ തന്നെ യുപിയിലും ബീഹാറിലുമൊക്കെ തല്ലിക്കൊല്ലുമ്പോഴത്തേക്ക് മുസ്ലിങ്ങളെയൊക്കെ തല്ലിക്കൊല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു അവസ്ഥ. എന്നാലും അവർ അല്ലാഹു മതി എന്നുള്ള ഇതിൽ അവർ നിൽക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളോട് അല്ലാഹു പറയുകയാണ് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ, നിങ്ങൾ പരിപൂർണമായി ഇസ്ലാമിൽ
പ്രവേശിച്ചു കൊള്ളുക. വലാ തത്തബിഊ ഖുതുവാതി ശൈത്വാൻ, പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക കേട്ടോ. ഉറച്ച വിശ്വാസം വേണം. ഏത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രശ്നം നേരിടേണ്ടി വന്നാലും, ഏത് ബോംബ് തലയ്ക്ക് മീതെ വന്നാലും, വാളുകൾ ചൂണ്ടി നെഞ്ചത്ത് വെച്ചിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക? പൂർണ്ണമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിൽ അടിയുറച്ച് വിശ്വസിക്കണം ഓ മുഅ്മിനീങ്ങളെ എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. ആര്? ആ ശൈത്താൻ. ശൈത്താൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടർന്നു പോകരുത്. ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅതുകുമുൽ ബയ്യിനാത്ത്, നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയതിന് ശേഷവും നിങ്ങൾ വഴുതിപ്പോവുകയാണ് എങ്കിൽ ഫഅലമൂ, നിങ്ങൾ അറിയണം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു അജയ്യമായ ശക്തിയുള്ളവനും മികച്ച തന്ത്രജ്ഞനുമാകുന്നു കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ആലാപനത്തിലേക്ക് പോകാം, എങ്കിലേ നമുക്ക് കൂടുതൽ വിശദമായി മനസ്സിലാവും. മനുഷ്യരിടയിലും ചിലരും ഉണ്ടേ, മയക്കാൻ കഴിവുണ്ടേ അവർക്ക് നന്നേ. ചില നേതാക്കളുണ്ട്, ചില ആൾക്കാരുണ്ട്, അവർക്ക് സംസാരിച്ച് ബാക്കിയുള്ള ജനങ്ങളെ മയക്കാനുള്ള കഴിവുണ്ട് നബിയേ എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടുകയാണ്. അവരും ഇതവരും വാചാലമാ, അവരും കരാമാക്കും വാചാലമായി. ഈ നേതാക്കള് നല്ലതുപോലെ അവർ സംസാരിക്കും, അത്രയും വാചാലമായി അവർ നേരിടും. ഇതിങ്ങനെ കാണുമ്പോൾ പാവം ജനങ്ങൾ അവരെ ഈ വാചാലതയിൽ വീണുപോകും എന്ന് അല്ലാഹു ഉണർത്തുകയാണ്. പ്രസംഗം ഇതവരും പറയുന്നതാ, കേട്ടാൽ ജനങ്ങളും വീഴുന്നതാ. ചില നേതാക്കളുടെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടുപോയാൽ അതിലങ്ങ് ലയിച്ചു പോകും. അവർക്ക് തന്നെ നമ്മൾ വോട്ട് കൊടുത്തു പോകും. അവരെ കൂടെ നമ്മളിതാ മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് അവരോടൊപ്പം നമ്മൾ നടന്നു പോകും. അങ്ങനത്തെ വാചാരമായ പ്രസംഗങ്ങൾ നടത്തുന്ന കുറേ മനുഷ്യരുണ്ട് നബിയേ, അവരെ സൂക്ഷിക്കണം കേട്ടോ എന്നാണ് അള്ളാഹു ഉണർത്തുന്നത്. അവരെ ഇതാ പ്രസംഗം കേട്ട് പോയാൽ മുഴുവൻ ഇതാ സത്യം തോന്നും പൊന്നേ. അവരുടെ സംസാരം കേട്ടാൽ, അവരുടെ പ്രസംഗം കേട്ടാൽ, അവർ പറയുന്നതെല്ലാം സത്യമാണെന്ന് സാധാരണ മനുഷ്യർക്ക് തോന്നും നബിയേ. അത്ര വിദഗ്ധമായിട്ടാണ് അവർ സംസാരിച്ച് കൊള്ളയടിക്കുന്നത് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ലോകരക്ഷിതാവായ അല്ലാഹു ഉണർത്തുകയാണ്. അവരും ഇതാ സത്യം ചെയ്യുന്നുണ്ടേ, റബ്ബേ വിളിച്ചിതാ സത്യം ചെയ്യും. അങ്ങനെ പ്രസംഗിച്ച് ജനങ്ങളെയെല്ലാം അവർ വശീകരിച്ച് അവരുടെ കൈക്കലാക്കി അവരുടെ വോട്ടും പേടിച്ച് അധികാരത്തിലെത്തിയാൽ ആ പ്രസംഗ താളങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ സത്യം ചെയ്യും. ദൈവത്തിൻ്റെ നാമത്തിൽ അവർ സത്യം ചെയ്യും അത്രേ. ഓ, എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറയുന്നത്.
ദൈവത്തിൻ്റെ നാമത്തിൽ അവർ സത്യം ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അവർ അധികാരത്തിലേറുന്നതാണ്. കേട്ട് ഇത് കേട്ട് ജനങ്ങൾ വീഴും, അവരും അധികാരം കൈക്കൊള്ളുമേ. ദൈവത്തിൻ്റെ നാമത്തിൽ അവരിതാ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു നബിയേ. അവർ ജനങ്ങളെ ഭരിക്കാൻ തുടങ്ങുന്നു നബിയേ. ജനങ്ങളെ സേവിക്കാനല്ല, ജനങ്ങളെ ഭരിക്കാൻ അവർ തുടങ്ങുകയാണ് നബിയേ. അങ്ങനെയുള്ള അധികാരവർഗങ്ങളെ ജനങ്ങളെ ഓ റസൂലേ സൂക്ഷിക്കണം കേട്ടോ എന്ന് അല്ലാഹു ഉണർത്തുകയാണ്. നമ്മളെല്ലാം മനസ്സിലാക്കി, ഇതെല്ലാം ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹ് പറഞ്ഞത് പറയാം ഞാനേ, കേട്ട് പഠിച്ചോളീൻ മനുഷ്യ നമ്മൾ. അള്ളാഹു പറഞ്ഞത് ഞാൻ താഴോട്ട് പറയുകയാണ്, നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. പറയും അവരുമേ പറയും പൊന്നേ, പാലും ഇതാ തേനും തരാമെന്നാണേ. ആ നേതാക്കൾ പറയുമത്രേ, നല്ല കാര്യങ്ങൾ ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അക്രമങ്ങൾ ഒഴിവാക്കിത്തരാം, ഞാൻ അധികാരത്തിൽ വന്നാൽ എല്ലാം നിങ്ങൾക്ക് നന്മയായത് ചെയ്യാമെന്ന് പൊള്ളയായ വാക്ക് അങ്ങനെയുള്ള നേതാക്കൾ പറയും നബിയേ. അവരെയും സൂക്ഷിക്കണേ ഹബീബേ. ജനത്തെ പറഞ്ഞാകെ മയക്കുമെന്നേ, വേണേലിതാ റബ്ബേ സഹാത്യവും ചെയ്യും. അങ്ങനെ ജനങ്ങൾക്ക് അത് ചെയ്യാം ഇത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ഇത്തിരിയെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ അവർ പിന്നെ ദൈവത്തെ വിളിച്ച് അള്ളാഹുവിനെ വിളിച്ച് ആണയിട്ടുകൊണ്ടവർ പറയും കേട്ടോ. ഇതും കൂടിയാകുമ്പോൾ ജനങ്ങൾ അവരുടെ വലയിലായി നബിയേ. അങ്ങനത്തെ നേതാക്കളെയും അങ്ങനത്തെ ജനങ്ങളെയും അങ്ങ് സൂക്ഷിക്കണേ ഹബീബല്ലാ എന്നാണ് ഈ സൂറത്തുൽ ബഖറയിൽ ഈ ആയത്തുകളിലൂടെ നമ്മെ അല്ലാഹു ഉണർത്തിത്തരുന്നത് കേട്ടോ. ജനവും ഇത് കേട്ട് അവരിൽ വീഴും, ഭരണം അവരിലും ഇതാ ചെന്നെത്തി. അവരുടെ പ്രസംഗത്തിൻ്റെ താണ്ഡവം കാരണം, അവരുടെ പ്രസംഗത്തിൻ്റെ ചൈതന്യം കാരണം അവരുടേതായ പൊള്ള പ്രസംഗമാണെന്ന് അറിയാതെ ഈ പാവം ജനങ്ങൾ അവരെ ഇതാ അധികാരത്തിലേക്ക് എത്തുകയാണ്. അത് കഴിഞ്ഞാണ് സുബ്ഹാനല്ലാഹ് തനിക്കൊണം മനസ്സിലാകുന്നത്. അള്ളാഹു പറയുന്നതാണ്, ഞാൻ കയ്യിന്നിട്ടല്ല. പൊള്ള ഇതാ കാര്യം അവരും പറയും, നാശം വിതയ്ക്കുവാൻ അവരും തുനിയും. അവരങ്ങ് അധികാരത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഇതാ അധികാരത്തിലേറുകയാണ്. എന്നിട്ട് ജനങ്ങളോട് നല്ല വാക്കും പറഞ്ഞിട്ട് അധികാര കസേരയിലിരുന്നു കൊണ്ട് നാശം വിതയ്ക്കുവാൻ, പാവങ്ങളെ കൊന്നു തള്ളുവാൻ, നിരപരാധികളെ കഴുത്തറുക്കുവാൻ, നിരപരാധികളെ തോക്ക് ചൂണ്ടി അവരെ വെടിവെച്ച് കൊന്നൊടുക്കുവാൻ അവരിതാ അവരുടെ സിംഗടികളെ, അവരുടെ കുറ്റ്യാടികളെ അവരിതാ ഒപ്പം കൂട്ടുകയാണ്. അവർക്കിതാ ഓർഡർ കൊടുക്കുകയാണ്. ഇവരും ഇതാ മനുഷ്യ നന്മയ്ക്കായി ഒന്നും ഇതാ ചെയ്യാൻ തുനിയില്ലാന്നേ. അള്ളാഹു പറയാണ്, നബിയേ, ഇങ്ങനെയുള്ള ഭരണാധികാരികൾ അധികാരത്തിലേറിയാൽ അവർ ജനങ്ങൾക്ക് വേണ്ടി യാതൊരുവിധ നന്മകളും അവർ ചെയ്യില്ല നബിയേ.
അവരെ ആശ്രയിച്ച് കഴിയേണ്ട ജനങ്ങളെ അവരിതാ കൊന്നൊടുക്കുകയാണ് നബിയേ. അവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുകയാണ് നബിയേ. ഇവരും ഇതാ നാശം വിതയ്ക്കും പൊന്നേ, ജനത്തെ ഇതാ നാശമാക്കും. ജനങ്ങളെ തമ്മിലടുപ്പിക്കും നബിയേ, ജനങ്ങളെ അവർ ഉപദ്രവിക്കും നബിയേ. മനസമാധാനമായി ഒരൊറ്റ ജനതയ്ക്കും അവരുടെ ഭരണത്തിന് കീഴിൽ ഒരിക്കലും താമസിക്കാൻ കഴിയില്ല നബിയേ. അങ്ങനെയുള്ള ഭരണാധികാരികളെ അങ്ങ് സൂക്ഷിക്കണേ, വളരെ ഗൗരവപൂർവം അവന്മാരെ സൂക്ഷിക്കണേ നബിയേ എന്ന് താക്കീത് ചെയ്യുകയാണ് ഈ ആയത്തുകളിൽ കൂടി. കൊന്നും ഇതാവരും കൊന്ന് തള്ളും ജനത്തെ മിതാവരെ മക്കളെയും മാതാപിതാക്കളെയും സന്താനങ്ങളെയും കണ്ടില്ലേ? പലസ്തീനിൽ എത്രയോ കുഞ്ഞുമക്കളാണ് ഷഹീദായി വീഴുന്നതെന്നറിയുമോ? ഇത് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്. ഇതുപോലുള്ള ഭരണാധികാരികൾ വളരെ ലാഘവത്തോടെ പ്രസംഗിച്ച് ജനങ്ങളെ മയക്കി അധികാരത്തിലെത്തിയിട്ട് ആ ജനങ്ങളെ അവർ കൊന്നൊടുക്കുകയും ആ ജനങ്ങളുടെ മക്കളെയും അവർ കൊന്നൊടുക്കുകയും ഒരു തലമുറ, ഇനിയുള്ള തലമുറ പോലും വേണ്ട എന്ന് അവർ കരുതി ഉറപ്പിക്കുന്നു നബിയേ. അങ്ങനെയുള്ള ഭരണകർത്താക്കളെ കണ്ടുപോയാൽ അവരെ സൂക്ഷിക്കണം, അവരെ വളരെ ഗൗരവപൂർവം സൂക്ഷിക്കണം നബിയേ, സൂക്ഷിക്കണം. സത്യവിശ്വാസികളെ, അവരോടൊരിക്കലും നിങ്ങൾ സന്ധിയാകരുത് കേട്ടോ എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. എല്ലാ ഇതാ സാധനം മൊത്തം പൊന്നേ, നാമാവിശേഷമായി നശിപ്പിക്കുമേ. കൃഷി സാധനങ്ങളുണ്ടല്ലോ, നമ്മളുടെ ഡൽഹിയിൽ കൃഷി സമരം നടന്നില്ലേ, കാർഷിക സമരം നടന്നില്ലേ? അതിന് ഏതെങ്കിലും ഭരണാധികാരികൾ ഒത്താശ ചെയ്തോ? അത് തന്നെയാണ് അള്ളാഹു പറയുന്നത്. മനുഷ്യന് ഭക്ഷിക്കേണ്ട സാധനങ്ങളിൽ അവർ വിഷം കലർത്തും നബിയേ, അവരത് ഇല്ലാതെയാക്കും നബിയേ. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണാധികാരികളെല്ലാം കാർഷികമായിട്ട് ആരെങ്കിലും സമരം ചെയ്താൽ അവരെ അടിച്ചൊതുക്കുന്നതും ഈ ഭരണകർത്താക്കളുടേതായ തെണ്ടിത്തരമാണെന്ന് അള്ളാഹു ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുകയാണ് കേട്ടോ. ഇത്ര വ്യക്തമാണ് അള്ളാഹു പറയുന്നത്. ദയയും കരുണയും അവർക്കും ഇല്ലേ, നാണോം ഇതാമാനോം അവർക്കും ഇല്ലേ. അവർക്ക് ദയയില്ല നബിയേ, അവർക്ക് കരുണയില്ല നബിയേ, സഹജീവികളോട് അവർക്ക് വാത്സല്യമില്ല നബിയേ, അവരുടെ മനസ്സിൽ യാതൊരു ദയയുമില്ല നബിയേ, എപ്പോഴും വെറുപ്പാണ്, അവർക്ക് നാണമില്ല, ലജ്ജയില്ല നബിയേ. അങ്ങനത്തെ ഭരണാധികാരികൾ വരും നബിയേ. അങ്ങനെ വന്നാൽ എൻ്റെ സൃഷ്ടികളോട്, എൻ്റെ ദാസന്മാരോട് അവരെ സൂക്ഷിച്ചു കൊള്ളണേ എന്ന് പറഞ്ഞു കൊടുക്കണേ ഹബീബല്ലാഹ്. ഇതുപോൽ ഭരിക്കുന്ന നേതാക്കളെ അവരെ ഇതാണികൾ അവരെയുമേ വളരെ ഇതാ ഗൗരവ പൂർവം തന്നെ, വളരെ ഇതാ വളരെ സൂക്ഷിക്കണേ. ഇതുപോലുള്ള ഭരണാധികാരികളെയും അവരുടെ അനുയായികളെയും നബിയേ എൻ്റെ ദാസന്മാരോട് വളരെ ഗൗരവപൂർവം അവരെ സൂക്ഷിക്കാൻ പറയണേ നബിയേ. അല്ലാഹ് പറഞ്ഞതാ
തറപ്പിച്ചാണേ, മാറ്റം വരരില്ലേ, ഇത് ഹക്കാണേ. അള്ളാഹു തറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്. ഈ ഭരണാധികാരികളിൽ നിന്ന് നമ്മൾ യാതൊരു ദയയും യാതൊരു നന്മയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവർ ബോംബ് വർഷിപ്പിക്കും, അവർ തോക്ക് ചൂണ്ടും, അവർ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കും. എന്ത് ചെയ്താലും നമ്മൾ സഹിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല. അള്ളാഹു അവർക്ക് നരകം കൊടുക്കും അത്രേ. അതിനാൽ മുസൽമാനെ ഇവരെ ആരേ കാലം ഒരു കാലവും നമ്പരുതേ. അതിനാൽ മുസൽമാന്മാരോട് പറയുകയാണ്, ഇങ്ങനെയുള്ള ഭരണാധികാരികളെയും അവരുടെ അനുയായികളെയും ഒരിക്കലും നിങ്ങൾ നമ്പരുത് കേട്ടോ. മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ, മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ പേരിൽ തുള്ളിച്ചാടുന്ന രാഷ്ട്രീയക്കാരേ, ആ രാഷ്ട്രീയക്കാരിൽ നിങ്ങൾ ചെന്നുപെടുന്ന മുസ്ലിമീങ്ങളോട് ഞാൻ പറയുകയാണ്, വേണ്ട, ഒരു സൗഹാർദ്ദവും വേണ്ട. അതിനാൽ മുസൽമാനെ ഇവരെ ആരേ കാലം ഒരു കാലവും നമ്പരുതേ. അവരെ നമ്പാൻ കൊള്ളില്ല കേട്ടോ. അവരെ ഇതാ നമ്പി എന്നാൽ പൊന്നേ, ചതിയില്ലിതാ നീയും പേട്ട് പൊന്നേ. ഖുർആൻ പറഞ്ഞതാ പറഞ്ഞു ഞാനേ, വേണോൽ മുറുകയും പിടിച്ചോ റബ്ബേ. അവരെയും ഇവരെയും ഒന്നും നമ്പാതെ അള്ളാഹുവിനെ മുറുകെ പിടിച്ചോ. അവൻ്റെ റസൂല് പറഞ്ഞ കാര്യം എന്താണോ അതനുസരിച്ചങ്ങ് പ്രവർത്തിച്ചു കൊള്ളുക. ഖുർആനെ നമ്മൾ പഠിക്കുക. ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിതത്തിൽ പകർത്തി നമ്മൾ മരണം വരിക്കണം കേട്ടോ. അല്ലാഹ് നമുക്കെല്ലാം താക്കീതായി പറഞ്ഞു പറഞ്ഞതാ റസൂൽ മുഖേന. നമുക്കെല്ലാം ഒരു താക്കീതെന്നോളം അള്ളാഹിൻ്റെ റസൂൽ മുഖേന നമ്മെ അള്ളാഹു അറിയിച്ച് തന്നതാണ് ഈ കാര്യങ്ങളത്രയും കേട്ടോ. വീണ്ടും ഇതാ അല്ലാഹ് പറയുന്നുണ്ട്, ഞാനും പറയാമേ കേൾക്കൂ നന്നേ. അവരെ ഇതാ ചെയ്തി തെറ്റാണെന്ന് ആരോ ഒരുവനും പറഞ്ഞി പോയാൽ, അവരും ഇതാ സിംഹം അതുപോൽ തന്നെ ഗർവും ഇതാ കാട്ടി അവരെയും കൊല്ലും. ഇങ്ങനെ അക്രമികളായ ഭരണാധികാരികളോട് ഏതെങ്കിലും നല്ല ആൾക്കാർ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ, അത് പാപമാണ്. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരുമെന്നാരെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ അവരെ എങ്ങനെ, ഈ പറഞ്ഞവരെ എങ്ങനെ ഇല്ലാതാക്കും എന്നതായ ഒരു ഗവേഷണത്തിലായിരിക്കും ആ ഭരണാധികാരികളും അവരുടെ അനുയായികളും നബിയേ എന്ന് അല്ലാഹു ഉണർത്തുകയാണ്. ഉണ്ടേ ഇതാവർക്കും ദുരഭിമാനം, അതിനാലിതാ കുറ്റം പെരുത്ത് കാട്ടും. ദുരഭിമാനം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അവർ ഈ ദുരഭിമാനം കൊണ്ട് അവരൊരുപാട് കോപ്രായങ്ങൾ, ഒരുപാട് ശിക്ഷാ നടപടികൾ അവർ കാട്ടിക്കൂട്ടുമത്രേ. അവരും ഇതാ ചോദ്യം ചോദിക്കുമേ, ആരായിതാ ഞങ്ങളെ കവച്ചി വയ്ക്കാൻ. അവരും ഇതാ ഗർജനം മുഴക്കും പൊന്നേ, തടയാനിതാര ആരുണ്ടടോ.
അല്ലാ പറയുന്നു മുസൽമാന്മാരോട്, പൂർണ്ണം ഇസ്ലാമിൽ അണിചേരണേ. ഏത് പ്രതിസന്ധി വന്നാൽ തന്നെ പിടിയും മയക്കല്ലേ, മുറുകെ പിടിച്ചോ. ശറഇൻ വിധികളെ എല്ലാം തന്നെ മുറുകെ പിടിക്കണം, വിഴുങ്ങാതെയും. ശൈത്താനിതാ നിങ്ങളെ ചതിക്കും പൊന്നേ, കരുതിയിരിക്കണം, ഓർമ്മ വേണം. മുറുകെ പിടിച്ചോണം കരീമായോനേ, അവനാ ജയ്യനും ശക്തിമാനും. ഏത് പ്രതിസന്ധി വന്നാലും അള്ളാഹുവിനെ മുറുകെ പിടിച്ചോ. ഏത് വഖഫിൻ്റെ പ്രശ്നം വന്നാലും, ഏത് റേഷൻ കാർഡിൻ്റെ പ്രശ്നം വന്നാലും, എന്ത് ആധാറില്ല എങ്കിലും ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. അള്ളാഹു അവൻ അജയ്യനാണ്, അവനാണ് ശക്തിമാൻ. അള്ളാഹു അജയ്യനാണ്, അവനാണ് ശക്തിമാൻ. അസീസുൻ ഹകീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.